ഹലോ. ഹലോ ശ്രുതി, കേൾക്കാമോ? ഹലോ സർ, കേൾക്കാം. ശ്രുതി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു സർ. ഹൗ ആർ യു സർ? യാ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ക്ലാസ്സുകളായിരുന്നു, അതിന്റെ ഇടയ്ക്കാണ് വീഡിയോ ഒക്കെ ആയിട്ട് ഓടി വന്നേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഹലോ സ്റ്റുഡൻസ്, ഒരുപാട് മുഖവരെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആണ് ശ്രുതി ഉണ്ണിത്താൻ. അപ്പോൾ പുള്ളിക്കാരിക്ക് 90 ഔട്ട് ഓഫ് 90 ആണ് സ്കോർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ അത് ഉപകാരപ്പെടുമല്ലോ. ഞാൻ സാധാരണ ഇങ്ങനെ സ്റ്റുഡൻസിനെ വെച്ച് അങ്ങനെ അധികം ചെയ്തിട്ടില്ല. നമ്മുടെ വേറെയും സ്റ്റുഡൻസിന് 90 ഔട്ട് ഓഫ് 90 കിട്ടിയിട്ടുണ്ട്. 82, 82, 88 ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉള്ള നല്ല സ്കോറുകൾ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അവരെയും കൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്നൊരു ചിന്തയോടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ 90 ഔട്ട് ഓഫ് 90 കിട്ടിയ ഒരു സ്റ്റുഡന്റിനോട് അവരുടെ പ്രിപ്പറേഷനും അവരുപയോഗിച്ച സ്ട്രാറ്റജികളും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അല്പം കൂടെ മനസ്സിലാകുമല്ലോ എന്നൊരു ചിന്തയോടാണ് ഈ ഒരു സെക്ഷൻ. ഒരുപാട് ദീർഘനേരം ഇത് ചെയ്യാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി ഇത് കേൾക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകത്തക്ക നിലയിൽ നമുക്ക് ചെയ്തിട്ട് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ശ്രുതിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ, എന്താണ് പേര്, അല്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്, എന്തിനാണ് PT എക്സാം എഴുതുന്നത്, ജസ്റ്റ് ഒന്ന് രണ്ട് വാക്കിൽ ഒന്ന് പറയാമോ? ഷുവർ സർ. സർ, എൻ്റെ പേര് ശ്രുതി ജയമിത്താൻ. ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പം ഞാൻ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ടാണ് PT ഓക്കെ, അതിനു നോക്കിയത്. വേണ്ടിയാണ് PT എക്സാം എഴുതിയത്. ഓക്കെ, എന്തുണ്ട് സ്കോർ, എന്തോ കിട്ടി? എന്താ ആദ്യം അത് കേൾക്കട്ടെ. എന്തുണ്ട് PT എക്സാം എഴുതിയിട്ട് എത്ര ഉണ്ട് സ്കോർ? PT ഓവർ 90 ഉണ്ട്. താങ്ക് യു സർ. പിന്നെ ഇൻഡിവിജ്വൽ സ്കോർ എനിക്ക് ലിസണിങ്ങിനും അതുപോലെ റൈറ്റിങ്ങിനും 90 ആണ്. റീഡിങ്ങിന് 8ഉം സ്പീക്കിങ്ങിന് 82 ആയിരുന്നു എൻ്റെ സ്കോർ. ഓക്കെ, 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 ഓക്കെ. ശ്രുതി അല്പം കൂടെ ഉറക്കെന്ന് പറയണേ. ഇടയ്ക്കൊന്ന് മിസ്സായി പോകുന്നുണ്ടോ, നെറ്റ് സ്ലോ ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇച്ചിരിയും കൂടെ ഉറക്കെന്ന് പറയണേ. ഓക്കെ സർ. ഓക്കെ. എനിവേ, ഓക്കെ സർ. ഓക്കെ. ഓക്കെ. എനിവേ, നെറ്റ് ഇച്ചിരി സ്ലോ ആണോ, ഇവിടെയാണോ സ്ലോ, അവിടെയാണോ എന്ന് എനിക്കറിയത്തില്ലേ. എവിടെയോ ഇച്ചിരി സ്ലോ ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിവേ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ 90 ഔട്ട് ഓഫ് 90 ആണ് ശ്രുതിക്ക് കിട്ടിയത്. ശ്രുതി ആകെ നമ്മുടെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 90 ആണ്. അതിൽ ഫുൾ മാർക്ക് ശ്രുതിക്ക് കിട്ടി. എന്ത് തോന്നുന്നു? ശ്രുതി ഇത് പ്രതീക്ഷിച്ചിരുന്നോ? അല്ലെങ്കിൽ ശ്രുതി ഈ 90 ഔട്ട് ഓഫ് 90 കിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അത്രയും അക്കാഡമിക്കലി ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരാളാണോ? എന്ത് തോന്നുന്നു? ശ്രുതി ഹാപ്പിയാണോ? അങ്ങനെയില്ല സർ, എനിക്കൊരു ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് വളരെ ഹാപ്പിയാണ്. ഞാൻ പ്രതീക്ഷിച്ചെന്ന് ചോദിച്ചാൽ ടു ബി ഓണസ്റ്റ് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനിടയ്ക്കൊക്കെ ആയിരുന്നു ഈ പഠിച്ചത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും എന്നെ കൊണ്ടാവുന്നില്ല, ഞാൻ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ എങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. എനിക്ക് തന്നിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ ഓക്കെ, പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ കുറെ ഹെൽപ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഓക്കെ, എനിക്ക് കുറച്ച് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഓക്കെ, അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ടിപ്സും കാര്യങ്ങളുമാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, 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 ഓക്കെ. അപ്പോ ശരിക്കും ഒരു നമ്മുടെ, അതായത് എത്ര നാൾ എടുത്തു PT പഠിക്കാനായിട്ട് എത്ര നാൾ എടുത്തു? ഞാൻ സർ വൺ മന്ത് കോഴ്സ് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ, വൺ അപ്പം ആ മന്ത് വൺ എടുത്തു. മന്തും ഞാൻ ക്ലാസ്സസ് വൺ മന്ത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തു. റെഗുലർ ആയിട്ട് ശ്രുതി അറ്റൻഡ് ചെയ്തു. 1 മന്ത് റെഗുലർ ആയിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്തു. യെസ് സർ, 1 മന്ത് ഓക്കെ. പ്രോപ്പർലി ഒരു റെഗുലർ ആയിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഡ് ചെയ്തു. സപ്പോർട്ടൊക്കെ, ഒരു ഇൻഡിവിജ്വൽ ട്രെയിനറിനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ടൊക്കെ ശ്രുതിക്ക് കിട്ടിയായിരുന്നോ നമ്മുടെ ക്ലാസ്സുകളിൽ യെസ് സർ. നിന്ന്? യെസ് സർ, എനിക്കൊരു ഇൻഡിവിജ്വൽ ട്രെയിനർ ആയിരുന്നു. അത് സർ ആയിരുന്നു. അപ്പം പ്രോപ്പർ അപ്പൊ എനിക്ക് ഓക്കെ, പ്രോപ്പറായിട്ട് തന്നെ എന്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരുന്നു. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റുകൾ, ഹോംവർക്കുകൾ കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണ ഒരു ക്ലാസ് എടുത്തിട്ട് PTയുടെ ഇപ്പൊ റീഡ് അലൗഡ് എടുത്തു, അല്ലെ റിപ്പീറ്റ് സെന്റൻസ് എടുത്തു, പഠിപ്പിച്ചിട്ട് എന്നാ പിന്നെ നാളെ തൊട്ട് നിങ്ങൾ അങ്ങ് പ്രാക്ടീസ് ചെയ്യുക ഇതോ എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലല്ലോ. നമ്മൾ ഹോംവർക്കുകൾ എല്ലാ ദിവസവും തന്നു വിടുന്നുണ്ട്. അപ്പൊ നമ്മൾ ടെസ്റ്റുകൾ അസൈൻ ചെയ്ത് ഹോംവർക്കുകൾ തരുമായിരുന്നു. അതൊക്കെ ശ്രുതി റെഗുലർ ആയിട്ട് ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു സർ, ചെയ്യുമായിരുന്നു. അന്നത്തെ ഹോംവർക്ക്സ് അന്നു തന്നെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് അതാകുമ്പോ ചെയ്യുമായിരുന്നു. ഇപ്പൊ അതന്നെ, അത് ഇന്ന് ഇപ്പൊ കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നു, ഡിസ്ക്രൈബ് ഇമേജ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ റീറ്റെൽ പഠിപ്പിക്കുന്നു. അപ്പൊ അത് നിർബന്ധമായിട്ട് ഹോംവർക്ക് തരുന്നത് തീർച്ചയായിട്ടും ചെയ്യുമായിരുന്നു. ചെയ്യുമായിരുന്നു. അത് അങ്ങനെ ഒരു മെത്തേഡ് തന്നെ അല്ലേ നല്ലത്? നമ്മൾ പഠിപ്പിച്ചിട്ട് എന്നാ പിന്നെ നിങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തോ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഹോംവർക്ക് ഒക്കെ തന്ന സ്റ്റുഡന്റിന്റെ, അതായത് പിറ്റേ ദിവസം ഹോംവർക്ക് അവർ ചെയ്തത് മോണിറ്റർ ചെയ്ത് ആ തെറ്റുകൾ തിരുത്തി കൊടുത്തി അങ്ങനെ ഒരു സിസ്റ്റം പോകുന്നത് തന്നെ അല്ലേ അല്പം കൂടെ യൂസ്ഫുൾ ആയിട്ട്? എന്താണ് ശ്രുതിയുടെ ഒരു അഭിപ്രായം? അതെ
അതെ സർ, അതെ, അതാണ് കുറച്ചുകൂടെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. കാരണം അതാകുമ്പോൾ പിറ്റേ ദിവസം ആണെങ്കിലും നമുക്ക് അതിന്റെ ഒരു നമുക്ക് തന്നെ സ്കോർ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ട്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും കൂടെ ആകുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരും. സെക്ഷൻ ആയിരുന്നു ശ്രുതിക്ക് അല്പം ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പി ടിയിൽ നമുക്കറിയാം 20 സെക്ഷൻ ആണ്. പക്ഷെ ഇപ്പൊ എന്താണ്ട് ഓഗസ്റ്റ് തൊട്ട് 7-ാം തീയതി തൊട്ട് പുതിയ അപ്ഡേറ്റ് ആണ്. സ്റ്റുഡൻസ് എല്ലാം വളരെ പാനിക് ആയിട്ടിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പൊതുവെ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 20 സെക്ഷൻ ആണുള്ളത്. അപ്പൊ ഇതിനകത്തിൽ ഒരു 8 എണ്ണമാണ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട്. ഏതായിരുന്നു അല്പം ഡിഫിക്കൽട്ട് ആയിട്ട് ശ്രുതിക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയതാണ്. എനിക്ക് അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് സ്പീക്കിംഗിലെ റിപ്പീറ്റ് സെന്റൻസ് ആയിരുന്നു. സ്പീക്കിംഗിൽ റിപ്പീറ്റ് സെന്റൻസ് അതാണല്ലോ പൊതുവെ നമ്മുടെ പിള്ളേരുടെ എല്ലാം തലവേദന എന്ന് പറയുന്നത്. അതെ, അതെ, അത് അതെനിക്ക് കറക്റ്റ് ആണ്. അത്യാവശ്യം റിപ്പീറ്റ് സെന്റൻസ് ഹാർഡാണ്. ഒക്കെ ഇച്ചിരി ഹെഡേക്ക് ആണല്ലോ പൊതുവെ. ഓക്കെ. അപ്പൊ അത് ഇച്ചിരി ഹാർഡായിരുന്നു. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോട്ട് വരുമ്പോൾ ചിലത് ചിലപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും. ചില കേസസിൽ ചിലപ്പോൾ അവിടെ ഇച്ചിരി ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ട്. അല്ലാതെ വലിയ പ്രശ്നമില്ല. അപ്പൊ ആ ഈ രണ്ട് റിപ്പീറ്റ് സെക്ഷനൊക്കെ നന്നായി. സെന്റൻസിലൊക്കെ എന്താണ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ശ്രുതി ഉപയോഗിച്ചത്? ഫുൾ സെന്റൻസ് പറയാൻ ശ്രമിക്കുവോ അതോ ഫ്ലുവന്റ് ആയിട്ട് പാതിയെങ്കിലും പറഞ്ഞു നിർത്തുവോ? എന്ത് സ്ട്രാറ്റജി അതിന്റെ അകത്ത് ശ്രുതി ഉപയോഗിച്ചത്? സർ, ഇപ്പൊ ലെങ്തി സെന്റൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പകുതി കിട്ടി അത്രയും ഫ്ലുവന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞ് വെക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതായത് മാക്സിമം ഫുള്ള് പറയാൻ തന്നെ ശ്രമിക്കും. ഇല്ല, പകുതി ലെങ്തി ആണ്, പകുതി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പിന്നെ ഫംബിൾ ഒന്നും ചെയ്യാതെ പ്രസന്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. മാക്സിമം ഫുള്ള് പറയാൻ തന്നെ ശ്രമിക്കും. ഇൻ കേസ് അത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ കേട്ടിടത്തോളം ഫ്ലുവന്റ് ആയിട്ട് പറയുക. ആ ഒരു യെസ്. സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് അല്ലെ? ഓക്കെ. അപ്പൊ അത് വർക്കൗട്ട് ആയി എന്നുള്ള ഒരു ലക്ഷണമാണല്ലോ ഇത് ഈ ഇത്രയും നല്ല സ്കോർ കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതികളാണല്ലോ. ഞാനത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റുഡൻസിന് ഒരു കാര്യം അങ്ങനെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഇന്ന സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കുക എന്ന് പറയത്തില്ല. കാരണം ചിലർക്കേ ചിലത് വർക്കൗട്ട് ആവത്തുള്ളൂ. എല്ലാവർക്കും എല്ലാ സ്ട്രാറ്റജിയും ഒരുപോലെ വർക്കൗട്ട് ആകത്തില്ല. ചിലർക്ക് ഫുള്ള് പറഞ്ഞാലേ അവർക്കൊരു തൃപ്തി ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങ് ഫുള്ള് പറയാൻ നമ്മൾ അങ്ങ് വിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശ്രുതി ഇപ്പൊ പറഞ്ഞത് തന്നെ മാക്സിമം ഫുള്ള് പറയാൻ തന്നെ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ കേട്ടിടത്തോളം ഫ്ലുവന്റ് ആയിട്ട് വിക്കലും പതർച്ചകളും ഒന്നും ഇല്ലാതെ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഇനി ഇതിന്റെ അകത്ത് ഡിസ്ക്രൈബ് ഇമേജ് ഉണ്ട്, റീറ്റെൽ ലെക്ചർ ഉണ്ട്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ടെംപ്ലേറ്റുകളോ എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചിരുന്നോ? നമ്മള് ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റെൽ ലെക്ചർ ഇതിന്റെ അകത്തൊക്കെ എന്തെങ്കിലും ടെംപ്ലേറ്റുകളായിട്ടൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചായിരുന്നോ ചെറിയ രീതിയിലെങ്കിലും? ഇല്ല സർ, ഞാൻ ആക്ച്വലി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ടെംപ്ലേറ്റ് പതുക്കെ ബാൻഡ് ആയി തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റ് ഞാൻ കണ്ടന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത്. കണ്ടന്റ് അപ്പൊ ഓൾറെഡി സാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെംപ്ലേറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് പറയാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഞാൻ ഓർത്ത അങ്ങനെ കൂടുതൽ ആ ഒരു മൊമെന്റ്സിൽ വന്നതിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അധികം ടെംപ്ലേറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. ഓക്കെ ഓക്കെ കാരണം ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് നമ്മളെ ശ്രുതി ഏറ്റവും നല്ലത്. അതാണ് കണ്ടന്റ് ഫോക്കസ് ചെയ്ത് അങ്ങനെ പറഞ്ഞു പോകുന്നത് തന്നെ നല്ലത്. നമ്മൾ ഈ ടെംപ്ലേറ്റ് എന്ന് പറയും. ടെംപ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ടെംപ്ലേറ്റിന്റെ അകത്ത് കണ്ടന്റിന്റെ പ്രസൻസ് ആയിരിക്കണം കൂടുതൽ. അല്ലാതെ ചുമ്മാ അങ്ങ് നമ്മൾ ഒന്നുമില്ല. ഈ ടെംപ്ലേറ്റുകളൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നത്, അതായത് ഈ പറഞ്ഞതിന്റെ അകത്തെ ഒന്നുമില്ല. അതായത് ഓഡിയോ കേട്ടതിന്റെ അകത്തെ ഒന്നും, അല്ലെങ്കിൽ സോറി ഡിസ്ക്രൈബ് ഇമേജ് ഒക്കെ ആകുമ്പോൾ ഒരു സെക്കൻഡ്, അതായത് അതിന്റെ അകത്തെ കണ്ടന്റ് ഒന്നും ഇല്ല. ഇവര് കാണാപ്പാഠം പഠിച്ചു വെച്ചത് മാത്രമാണ് പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെ സ്കോർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പലർക്കും അങ്ങനെ സ്കോർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ഇവർ ഇപ്പോഴും ഇത് പയറ്റാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതത്രയും വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത്. അന്ന് തൊട്ട് തന്നെ ഇതാണ്. ഇപ്പൊ പിന്നെ തീർച്ചയായിട്ടും അത് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ടെംപ്ലേറ്റുകൾ എന്ന് പറഞ്ഞാലും കണ്ടന്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലെ? അതെ സാർ. അപ്പൊ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? കണ്ടന്റ് കൂടുതൽ ഉപയോഗിച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? ചെയ്യാറുണ്ട് സാർ. ഇപ്പം ഹോംവർക്ക്സ് അസൈൻഡ് ആവുന്ന കൂടാതെ എപ്പോഴെങ്കിലും ഒക്കെ ടൈം കണ്ടെത്തി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബേസിക്കലി എനിക്ക് പാടായിട്ടുള്ള സെക്ഷൻസ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എക്സാമിന് പോകുമ്പോൾ ഈ പലർക്കും വളരെ കോമൺ ആയിട്ട് ഒരു ചോദ്യമാണ്. എക്സാമിന് പോകുമ്പോൾ പലർക്കും ഒന്നാമത് നെർവസ് ആണ്. അവർക്ക് ഇച്ചിരി ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എക്സാം സെന്റർ ഏതാണ് എന്നുള്ളത് ശ്രുതി ചിന്തിപ്പിച്ചൊരു കാര്യമാണോ? ചിലർക്കുണ്ടല്ലോ ഇന്ന എക്സാം സെന്ററിൽ എഴുതിയാൽ മാർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് ഇന്ന എക്സാം സെന്ററിൽ എഴുതിയാൽ മാർക്ക് കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചിന്തകൾ ശ്രുതിയെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ സർ, ഓണസ്റ്റ്ലി എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ആലോചിച്ച് പോയിട്ടുമില്ല.
സെന്റർ ഇന്ന സെന്റർ അങ്ങനെ ചിന്തിച്ചില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. ഞാൻ എഴുതിയത് കൊച്ചിയിലായിരുന്നു, കൊച്ചി മുത്തൂറ്റിലായിരുന്നു. അവിടെ മുത്തൂറ്റാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഉം. മോനെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇത് കുട്ടികൾക്കിടയിൽ പിള്ളേരെ ആവശ്യമില്ലാത്ത ഒരു എന്താണ് പറയുന്നത് ഒരു ഇതാണ്, ഒരു ചിന്തയാണ് ഇന്ന സെന്ററിൽ എഴുതിയാൽ. അതെന്താ പറയുക, ചിലപ്പോൾ ചില സെന്ററിൽ എവിടെയെങ്കിലും ഒരു കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഹെഡ്സെറ്റിനോ എന്തെങ്കിലും വർക്ക് ആവാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ന്യൂസ് സ്പ്രെഡ് ആവുന്നത്. ഈ സെന്ററിലെ പ്രശ്നമാണ്, ആ സെന്ററിൽ. സത്യത്തിൽ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ് സത്യം. മനസ്സിലായി. ഞാന് ഈ ചില പിന്നെ അതായത് ഇപ്പൊ പുതിയൊരു സെന്റർ വന്നിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമായിരുന്നല്ലോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-12 വർഷം മുമ്പ് IELTS എഴുതുമ്പോൾ ഉള്ള ഒരു ന്യൂസ് ആയിരുന്നു, കോട്ടയത്ത് എക്സാം എഴുതരുത്, കോട്ടയത്ത് എക്സാം എഴുതിയാൽ തോറ്റു പോകുമെന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് വീടുള്ളവൻ കോയമ്പത്തൂർ പോയി എഴുതും. മനസ്സിലായി. അവനെ ചിലപ്പോ അവന് ജംഗ്ഷനിലോട്ട് കയറിയാൽ മതി. മനസ്സിലായോ, അവന് അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷെ അവൻ എഴുതത്തില്ല, അവൻ തിരുവനന്തപുരത്ത് പോകും അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകും. എന്നിട്ടും കിട്ടത്തില്ല, തോക്കും, പിന്നെയും പോയി എഴുതും. എങ്ങനെയൊക്കെയായിരുന്നു പണ്ട് IELTS ഒക്കെ വലിയ പാടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പല എക്സാമ്പിൾ വരാൻ തുടങ്ങിയ പിന്നെ അവർ ഇച്ചിരി ലിബറൽ ആക്കി പിന്നെ സ്കോറൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. പോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യമായ തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഡേറ്റ് കിട്ടുന്നത്, കംഫർട്ടബിൾ ഏതാണ്, ദൂരം ഏതാണ്, അല്ലെങ്കിൽ അടുത്ത ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു എക്സാം സെന്റർ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കുന്നു, എല്ലാം ചോദിക്കുന്നില്ല. അപ്പൊ ഈ സ്പീക്കിങ്ങിനൊക്കെ എന്തെങ്കിലും ടിപ്പുകളൊക്കെ ഉണ്ടോ? നല്ല സ്കോർ ആണല്ലോ ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ 90 കിട്ടിയ ഒരാൾ വന്ന് പറയുമ്പോൾ ഒരു പഞ്ചുണ്ട്. എന്തെങ്കിലും ഇപ്പൊ സ്പീക്കിങ്ങിനൊക്കെ ഇപ്പൊ ഓഗസ്റ്റ് 7-ാം തീയതി തൊട്ട് 2 എണ്ണം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതിന്റെ അവിടെ നിൽക്കട്ടെ. അല്ലാതെ സ്പീക്കിങ്ങിന് പൊതുവെ എന്താണ് ഒരു ടിപ്പായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രുതിക്കുള്ളത്? സാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇപ്പം അധ്യാപകർ പഠിപ്പിച്ചാണല്ലോ എനിക്ക് 90 കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടിപ്പായിട്ട് എനിക്ക് അവിടെ പറഞ്ഞു തന്നു തന്നെയാണ് ഞാനും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓക്കെ, എനിക്ക് എന്നാലും കറക്ഷൻസ് കിട്ടുമായിരുന്നു, സ്കോർ എന്റെ വരുന്ന അനുസരിച്ച് കറക്ഷൻസ്. അപ്പൊ എനിക്ക് ഏതിലാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ എന്റെ ഫ്ലുവൻസി ആണ് ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നതെങ്കിൽ അത് അനുസരിച്ച് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഞാനപ്പോ അതിൽ ബേസ് ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് അങ്ങനെ ടിപ്പായിട്ടെ എനിക്ക് കറക്ഷൻസ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ അതിൽ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു സർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ശ്രുതി, ഈ സ്പീക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറ്റി കേട്ടോ. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഇപ്പൊ റീഡിംഗ് ഡ്രോപ്പ് ഡൗൺ എന്ന് മാത്രമൊക്കെ ആക്കി പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓ. അതായത് ഇപ്പൊ നേരത്തെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിങ്ങിനും റൈറ്റിങ്ങിനും മാർക്ക് പോകുമായിരുന്നല്ലോ. ആ. ഇപ്പൊ അത് നിർത്തി, ആ പരിപാടി നിർത്തി. ഇപ്പൊ റീഡിങ്ങിന് മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 7th തൊട്ട് കേട്ടോ, ഓഗസ്റ്റ് 7th 2025 മുതൽ ആ പരിപാടി അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറ്റി? ഇപ്പൊ ഒരുപാടുണ്ട്, കൊളോക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാമർ ഉണ്ട്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്താണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യുമായിരുന്നോ? നമ്മുടെ ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? അതായിരുന്നോ ഒരു ചെയ്യുമായിരുന്നു സർ, പ്രധാന സൊല്യൂഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്? ചെയ്യുമായിരുന്നു. അതെ സർ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ എസ്പെഷ്യലി പറഞ്ഞു എത്രയും പ്രാക്ടീസ് ചെയ്യുക, അത്രയും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം വൊക്കാബുലറി കുറവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് അത് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആവുക, മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആകുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. അല്ലെങ്കിൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് ചെയ്യാമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് അല്ലെ? അതെ സർ, അതെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ റൈറ്റിംഗ് സെക്ഷൻ്റെ അകത്ത് ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ, ഇപ്പൊ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ എസ് എന്നൊക്കെ പറയുമ്പോൾ ടൈം കുറവാണല്ലോ. അപ്പൊ പിള്ളേർ ഇത് ടൈപ്പ് ചെയ്ത്, ഒന്നാമത് ടൈപ്പിംഗ് സ്കിൽസ് അധികം പേർക്ക് ഇല്ല, ആ. അത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ, അങ്ങനെ വല്ലതും? ഇല്ല സർ, എനിക്ക് റൈറ്റിങ്ങിന് അങ്ങനെ ടൈം ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണെങ്കിലും എസ്സേക്ക് ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ഇതാണെങ്കിലും സമ്മറൈസിനാണെങ്കിലും നമുക്ക് ടിപ്സും കാര്യങ്ങളും ഉണ്ട്. അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ടൈം ഷോർട്ടായിട്ട് റൈറ്റിംഗിന് പ്രത്യേകിച്ചും തോന്നിയിട്ടേ ഇല്ല. ഐക്കൊക്കെ ഇനി മാർക്ക് കൂടാൻ പോവാ കേട്ടോ. ഐക്കൊക്കെ ഇനി മാർക്ക് കൂടാൻ പോവാ. ഇനി പഴയ തരികടെ ഒന്നും ഐക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ഓഗസ്റ്റ് 7th ഒന്ന് കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റത്തുള്ളൂ. ഐക്ക് മാർക്ക് കൂടുന്നു, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് പ്രാധാന്യം കൂടുന്നു, സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിന് പ്രാധാന്യം കൂടുന്നു. റീഡ് അലൗഡിന്റെ മാർക്ക് കുറഞ്ഞു, അതറിയാമോ? കുറഞ്ഞു. ഇല്ല റീഡ് ഇല്ല അലൗഡിന് 30-33 മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 10 മാർക്കേ ഉള്ളൂ റീഡ് അലൗഡ്. റീഡ് അലൗഡിന് റീഡിങ്ങിനും സ്പീക്കിങ്ങിനും മാർക്ക് പോകുമായിരുന്നല്ലോ, ഇപ്പൊ സ്പീക്കിങ്ങിന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ അവർ ഫോർമാറ്റ് മാറ്റുകയാണെന്ന് അവരെ തോന്നുന്നു. മൊത്തത്തിൽ മാറ്റി കളഞ്ഞു. ഭയങ്കര പാനിക്കാ പിള്ളേർ. അതുകൊണ്ട് എന്തുവാ ഇപ്പൊ ഓഗസ്റ്റ് 7th വരെ ഡേറ്റ് കിട്ടാനില്ല.
പിള്ളേര് ഡേറ്റ് എടുത്ത് രാവിലെ രാത്രി പകലും ഇരുന്നങ്ങ് ഡേറ്റ് എടുപ്പോടെ ഒരു പാനിക് ആക്കുക. ഞാന് നമ്മുടെ കേരളത്തിന്റെ PTAയുടെ റീജിയണൽ ഹെഡിനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, നിങ്ങൾ ഇങ്ങനെ ആഴ്ച ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ കിടന്ന് നമ്മളെ വിളിയോട് വിളി, ഒരു സ്വസ്ഥതയില്ല, സമാധാനം എന്തോ ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളത് സാറേ എല്ലാ വർഷവും നമ്മൾ അപ്ഡേറ്റ് എടുത്തത്, ഒന്നാമത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ഇത്രയും കയറി വരുമല്ലേ. അപ്പൊ അതുകൊണ്ട് സാറേ നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയല്ലേ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് ന്യായമായിട്ട് വരുന്നു. പിന്നെ ഈ ഹ്യൂമൻ എക്സാമിനേഴ്സ് ചെക്ക് ചെയ്യുന്ന നേരത്തെ ഡിസ്ക്രൈബ് ഇമേജ് റിട്ടൺ ലെക്ചർ മാത്രമായിരുന്നല്ലോ. ഇപ്പൊ അത് പിന്നെയും മാറുക. SIയും സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും ഇതെല്ലാം ഇതിന്റെ അകത്തോട്ട് കയറ്റുക അവര് കേട്ടോ, എല്ലാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെയും ടെംപ്ലേറ്റ് ഒക്കെ നമ്മൾ ഇനി ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? അതായത് ഇപ്പം എല്ലാം ഒന്ന് നോക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തെങ്കിലും ഫ്ലാഗ് ചെയ്താൽ അവരിങ്ങനെ കുറെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇത് ടെംപ്ലേറ്റ് ആണെന്ന് അവർക്കൊരു സംശയം തോന്നിയാൽ ഇത് ഫ്ലാഗ് ചെയ്യും. അപ്പൊ അത് മാത്രം ഹ്യൂമൻ എക്സാമിനറിന്റെ അടുത്തോട്ട് വിടും. അപ്പൊ അവർ അല്ലാതെ എല്ലാം അല്ല. എല്ലാം പോകത്തില്ല. അത് ഹ്യൂമൻ എക്സാമിനർ നോക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കുക, എല്ലാം നോക്കുന്നൊരു ചിന്ത പിള്ളേർക്ക് വരുവാണ്. പക്ഷെ എല്ലാം നോക്കുന്നില്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. പിള്ളേരുടെ വിചാരം എല്ലാം കുത്തിയിരുന്ന് നോക്കുന്നത്. അതിനുള്ള ഒരു സമയത്ത് 1000 കണക്കിന് 10,000 കണക്കിന് പിള്ളേർ എക്സാം എഴുതുന്നത്, ഇത് എങ്ങനെ നോക്കി തീരാൻ? അത് നടക്കും. ഫ്ലാഗ് ചെയ്യുന്നത് മാത്രം നോക്കും. പോട്ടെ. ഇനി ഈ പൊതുവെ കുട്ടികളെ ഈ PT എക്സാമിന് ഉണ്ടാക്കുന്ന ഒരു പ്രധാന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് ശ്രുതിക്ക് തോന്നി, അങ്ങനെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്. സർ അങ്ങനെ ഒരു പൊതുവെ കുട്ടികൾ കാരണം ഈ ഒരു എഗെയിൻ സ്ട്രാറ്റജി പേഴ്സൺ ടു ഫോളോ പേഴ്സൺ ചെയ്യുന്നത് എന്താ? എഗെയിൻ സർ പേഴ്സൺ ടു പേഴ്സൺ വേരിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരു കോമൺ ആയിട്ട് എനിക്ക് പറയാറില്ല. എന്റെ കേസിൽ ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു എന്താ ഒരു അതിലോട്ടൊരു ലീനിങ് ഉണ്ടായിരുന്നു. അത് ഒരു പിന്നെ ഈ ടെൻഡൻസി പറഞ്ഞ പോലെ കണ്ടന്റ് ബേസ്ഡ് ആക്കാനായിട്ട് അത് ഞാൻ എഫേർട്ട് ഇട്ട് അങ്ങനെ ആക്കിയതാണ്. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ അറിയാണ്ട് എനിക്ക് ടെംപ്ലേറ്റ് വന്നു പോകുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതുപോലെ ഒരു തന്നെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം ഓർത്തപ്പോ ചോദിച്ചോട്ടെ. ഈ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ആണെങ്കിലും ശ്രുതി കൂടുതലും അത് വായിച്ചിട്ട് അതിന്റെ അകത്തെ പ്രധാന പോയിന്റുകൾ എടുത്ത് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലേ ശ്രുതി ഫോളോ ചെയ്ത്? അതായത് അത് കംപ്ലീറ്റ് അതെ സർ വായിച്ച്, ചിലർ ചുമ്മാ വായിച്ച് ഒന്നും വായിക്കാതെ വെറുതെ അങ്ങ് ചെയ്യുന്നവരും ഉണ്ടല്ലോ. അതെ സാർ അത് സാർ പറഞ്ഞ പോയിന്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ വായിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം എഗൈൻ അതിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മറി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. റാൻഡം സെന്റൻസസ് ചൂസ് ചെയ്യുന്നതിലും നമ്മളൊന്ന് വായിച്ച് അതിന്റെ ഒരു സമ്മറി പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിലുള്ള സെന്റൻസസ് ആയിരുന്നു എപ്പോഴും ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ട്രാറ്റജി, അതിൽ അതായത് പിന്നെ റാൻഡംലി വായിക്കുന്ന ഈ തീരെ സ്കോർ കുറഞ്ഞ പിള്ളേർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് ഈ 30 വേണ്ടവരുണ്ട്, 35 വേണ്ടവരുണ്ട്, അല്ലെങ്കിൽ 40, ആ സ്കോർ റേഞ്ച് വേണ്ടവരോട് നമ്മൾ പറയും, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ കൂടുതൽ വായിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഏതെങ്കിലും സെന്റൻസ് എടുത്ത് അത് കണക്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് തീരെ കുറച്ച് സ്കോർ മതി. മനസ്സിലായോ? ഇപ്പൊ 65 മുകളിൽ വേണ്ടവർ 70 കൊണ്ടാണ്, 79 വേണ്ടവരൊക്കെ നമുക്കിപ്പോ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്ന കേട്ടോ. 79 എബോ വേണ്ടവരൊക്കെ ഉണ്ട്. അപ്പൊ അവരത് കണ്ടന്റ് വായിച്ച് അതിന്റെ കൃത്യ സമ്മറി അത് കണക്ട് ചെയ്ത് എഴുതുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്നാണ് ശ്രുതിയുടെ ഒരു ആർഗ്യുമെന്റ് അല്ലെ? അതെ സാർ, അതെ. കഴിഞ്ഞ പ്രത്യേകിച്ച് ദിവസം സമ്മറൈസ് റിട്ടൺ ടെസ്റ്റ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴും അതിന്റെ ഒരു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന്റെ ഒരു സാമ്പിൾ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ താഴെ കൊടുത്തായിരുന്നു. അപ്പൊ ഒരു പയ്യൻ എന്നോട് പറയുകയും ചെയ്തു, സാറേ അത് വളരെ നന്നായിരുന്നു എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ആൻസർ കിട്ടുമ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ. ഞാനത് ഓൾഡോയും ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൊടുത്തത്. അപ്പോൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനും കൂടുതൽ കണ്ടന്റ് വായിച്ച്, അതായത് പക്ഷേ സമയമില്ല നമുക്ക്, ഇത്ര സമയമേ ഉള്ളൂ. സർ പക്ഷെ എങ്കിലും എനിക്ക് ടൈപ്പിംഗ് സ്പീഡ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. മേ ബി അതുകൊണ്ട്. പക്ഷെ എനിക്ക് 10 മിനിറ്റ് സമ്മറൈസ് റിട്ടേൺ വെച്ച് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ ടു ബി ഓണസ്റ്റ് നമുക്ക് അങ്ങനെ സമയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അത്രയും നമുക്ക് ഇഷ്യൂ വരുന്നില്ല. വായിച്ചു, മീനിങ് മനസ്സിലാക്കി, അതിന് സെന്റൻസ് യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് അത്യാവശ്യം എനിക്കൊരു സമാധാനമുള്ള ഏരിയ ആയിരുന്നു അത്. ഞാൻ ഒത്തിരി ടെൻഷൻ ഒരു അടിക്കാതെ കോൺഫിഡൻസ് ചെയ്യുന്ന ആയിരുന്നു, ഒരു എനിക്ക് ഏരിയ, ചെയ്യാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ആയിരുന്നു അല്ലെ? ഒരു കോൺഫിഡൻസ് ആയിരുന്നു സർ. ഓക്കെ. അത് നല്ല നമ്മളത് 79+ ഒക്കെ അല്ലെങ്കിൽ 65+ വേണ്ടവർ, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് വായിച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചുമ്മാ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്കോർ കിട്ടണമെന്നില്ല. അപ്പൊ അതും ഒരു പ്രധാന ചോദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ. ഈ 79+ വേണം എന്നുള്ളവരുണ്ട്. അതെന്തിനാണെന്ന് ഈ PR പോകാനായിട്ട് ഓസ്ട്രേലിയക്ക് ഈ 79 എബോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 20 പോയിന്റ് കിട്ടും അവർക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 79+ കിട്ടിയാൽ സന്തോഷം. 65 എബോവ് ആണെങ്കിലും 70 എബോവ് ആണെങ്കിലും ഫയൽ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ 79 എബോവ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 20 പോയിന്റ് കിട്ടും. അപ്പൊ അവരുടെ സ്കോർ കയറുമല്ലേ, അവർക്ക് PR ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ 79+ എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കും ഒരു
സ്ട്രാറ്റജി. അവർ പെട്ടെന്ന് പോയി ചിലരുണ്ട് പെട്ടെന്ന് ഏജൻസിക്കാർ പറഞ്ഞു പോലെ പെട്ടെന്ന് എഴുതണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയി അത് അങ്ങനതാണോ നല്ലൊരു രീതി? അയ്യോ ഇപ്പൊ എന്റെ ഒരു ഇതില് സർ അങ്ങനെ ചാടിക്കേറി എഴുതുന്നത് നമുക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കോൺഫിഡന്റ് ഇപ്പം ഒരു മാസം നമുക്ക് എത്ര എത്ര ഒരു കോൺഫിഡൻസ് ആവുന്നുണ്ടെങ്കിൽ വരെ ഇപ്പൊ ഒരു മാസമാണോ അല്ല എക്സ്റ്റെൻഡ് ചെയ്തോന്നൊരു എത്രയാണോ നമുക്കൊരു കോൺഫിഡൻസ് ആവുന്നത് അതിനുശേഷം ഡേറ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ പൈസ പോകുന്നല്ലാതെ കാര്യമില്ലല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു അത്രയൊക്കെ നമുക്ക് 79+ എക്സാമൊക്കെ കിട്ടാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എക്സ്ക്ലൂസീവ് എത്രയാണോ. ആയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ശ്രുതിയുടെ ഭാഗത്തുനിന്ന് എന്താണ് എക്സ്ക്ലൂസീവ് ടിപ്പ്? സാർ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ ടിപ്പ് എന്ത് പറയാൻ, പക്ഷെ എന്റെ ഭാഗത്തൊരു ടിപ്പ് പറയാനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കിട്ടുന്ന കറക്ഷൻസ് ബേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ചിലരിപ്പം കറക്ഷൻ കേട്ടിട്ട് നമ്മൾ ജസ്റ്റ് അത് വിട്ട് കളയാന്നുള്ളതല്ല, ആ ഏരിയയിൽ നമ്മൾ ചില ഫോക്കസ് ഇതിലുണ്ട് ചെയ്ത് കറക്ഷൻ കേൾക്കുമ്പോൾ അവർക്ക് ആ കറക്ഷൻ അംഗീകരിക്കാൻ ഒരു മടിയുണ്ട് ചിലർക്ക്. ആ ആ അപ്പൊ അതൊക്കെ നമുക്കൊരു നമുക്ക് കിട്ടുന്ന കറക്ഷൻസ് എന്താണോ നോട്ട് ഡൗൺ ഒക്കെ ചെയ്ത് വെക്കാമെങ്കിൽ അത്രയും നല്ലത്. പിന്നീട് നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ നോക്കാം. അപ്പൊ അതില് നമ്മുടെ കിട്ടിയ കറക്ഷൻസ് ബേസ് ചെയ്യുക, നമ്മുടെ വീക്ക് പോയിന്റ്സ് ബേസ് ചെയ്യുക, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ശ്രുതി എനിക്ക് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലാതെ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ലില്ല. ഞാൻ ഇവിടെ കാരണം എനിക്ക് പലയിടത്ത് പോകുമ്പോ ആകപ്പാടെ ഒരു ഇതാ ചിലരുടെ മാർക്ക് വേരിയേഷൻ കാണുമ്പോൾ പിന്നെ വെപ്രാളവാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ടെൻഷനായി. ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്തു. അല്ല, ഞാനതിനെ നിരുത്സാഹപ്പെടുത്താറില്ല. ഞാനിപ്പോ പിള്ളേർ എന്നോട് പറയും സാറേ വേറെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, ഞാൻ പറയാം ഉപയോഗിച്ച മക്കളെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് പിള്ളേരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സോഫ്റ്റ്വെയറിനും ഒരു 75 അല്ലെങ്കിൽ 80% എല്ലാവരും 85-90% അക്യുറസി എന്നൊക്കെ പറയുമെങ്കിലും ഒരു 75-80% അക്യുറസി റേറ്റേ ഉള്ളൂ എല്ലാ സോഫ്റ്റ്വെയറിനും. അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് എടുത്താലും, പ്രധാനപ്പെട്ട ഏത് വെബ്സൈറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അതിന് അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചാൽ പിന്നെ ഈ ഉപയോഗിച്ചാലുള്ള കുഴപ്പം ഇതാണ്, ആ സോഫ്റ്റ്വെയറിൽ എനിക്ക് കൂടുതൽ കിട്ടുന്നു, ഇതിൽ കുറവ് കിട്ടുന്നു, ഇതിൽ കൂടുതൽ കിട്ടുന്നു, അതിൽ കുറവ് കിട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നേരിടാം. ഞാനത് പക്ഷെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. വലിയ പ്രൈസ് ഒന്നും ഇല്ലല്ലോ, വലിയ വിലയൊന്നും ഇല്ലല്ലോ. ഞാൻ പറയാം നിങ്ങൾ മേടിക്കുന്നെങ്കിൽ മേടിച്ചോ, നിങ്ങൾ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം. നമ്മളുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇവരുടെ തെറ്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുകയും അത് തിരുത്തി കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് ആ തിരുത്തൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇച്ചിരുടെ ഇത് മനസ്സിലാക്കി ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ ഈ സ്പീക്കിങ്ങിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതായത് സ്പീക്കിങ്ങിന് ഇപ്പൊ റീഡൽ ഔട്ടുണ്ട് മനെ ഇങ്ങനെ വായിക്കുക, അതിൽ ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഇമേജിന്. അപ്പൊ അവർ ആ പറഞ്ഞു കൊടുക്കുന്ന ആ തെറ്റ് തിരുത്തണം. അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ സ്കോറിന് ഇമ്പ്രൂവ്മെന്റ് വരത്തില്ല. അത് തിരുത്തണം അവര്, അതെ. എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ. പോട്ടെ. അപ്പം 79+ കിട്ടാനായിട്ട് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. എവിടെയാണോ വീക്ക് മൊഡ്യൂൾസ് അത് ഫോക്കസ് ചെയ്ത് അതിന്റെ ടിപ്സും സ്ട്രാറ്റജീസും അനുസരിച്ച് ഫോക്കസ് ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് താങ്കൾക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഇത് 90/90 കിട്ടിയപ്പോ എന്ത് തോന്നി? ഒരു അഭിമാനം, ഒരു സന്തോഷമൊക്കെ തോന്നി, ഒരു പൊങ്ങച്ചൊക്കെ തോന്നിയായിരുന്നോ? ഒന്നിച്ചൊന്നും തോന്നിയില്ല സാർ. വളരെ സന്തോഷം തോന്നി. കാരണം എന്റെ റിക്വയർഡ് സ്കോറിനെക്കാട്ടിലും കൂടുതൽ കിട്ടി. അപ്പൊ അതിന്റെ ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ 90 എന്ന് പറയുന്നൊരു നല്ല സ്കോർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് സാർ ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. എനിക്ക് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് അപ്പം ഇനി ഫ്യൂച്ചർ പരിപാടി എന്താണ്? ന്യൂസിലൻഡിൽ പോയിട്ട് ന്യൂസിലൻഡിൽ അങ്ങ് സെറ്റിൽ ആവാനാണോ എന്തോ പരിപാടി? ന്യൂസിലൻഡ് സാർ വഴി പിന്നെ അങ്ങനെ അമേരിക്ക, അമേരിക്ക വഴി പിന്നെ ഇല്ല സാർ, അങ്ങനെയൊന്നും ഡിസൈഡഡ് അല്ല. ഇങ്ങനെ എല്ലാം അത്യാഗ്രഹമില്ല. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ അത് എങ്ങനെയാണോ ബെറ്റർ സാഹചര്യങ്ങൾ ഓപ്ഷൻസ് നോക്കുക അതിനനുസരിച്ച്. എന്നുള്ളത്. എനിക്ക് അതെ. തോന്നുന്നു ശ്രുതി ഒരു നല്ല കോഴ്സാണ് പഠിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ശ്രുതി പഠിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് ലോഡ് ബ്ലസ് യു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രുതി അപ്പൊ PT സ്റ്റോറീസ് മറ്റ് ശ്രുതിയുടെ സുഹൃത്തുക്കൾക്കോ അല്ലെ പരിചയത്തിലുള്ളവർക്കോ സൗഹൃദകരങ്ങളിലുള്ളവർക്കോ ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ, അതോ എങ്ങനെയാണ്? ഓഫ് കോഴ്സ് സാർ, ഓഫ് കോഴ്സ്. ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ അടുത്ത് ചോദിക്കുന്നവരെല്ലാം PT യെ കുറിച്ച് എന്റെ അടുത്ത് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ PT സ്റ്റോറീസേ പറയാറുള്ളൂ. എന്താണ് ഈവൻ നമ്മളുടെ ഈ ഇൻഡിവിജ്വൽ, എന്നോട് പല സ്റ്റുഡൻസും പറഞ്ഞൊരു കമന്റ് ഞാൻ പറയാം, ശ്രുതി അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. അതായത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, നമ്മൾ ഓരോ സ്റ്റുഡന്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ടൈം കൊടുക്കുന്നു. ഇപ്പൊ ന്യൂസിലൻഡിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് വന്നാലും, ബഹ്റിനിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് വന്നാലും, ഖത്തറിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് വന്നാലും, നമുക്ക് ഈ ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നഴ്സുമാരൊക്കെ നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്, അറിയാമല്ലോ. അപ്പോ ഇവരുടെ ഒക്കെ സമയത്തിന് നമ്മളൊരു ഇൻഡിവിജ്വൽ ട്രെയിനറെ കൊടുക്കുന്നു എന്നുള്ളത് അവർക്ക് വലിയ സഹായമായിട്ടും, അവരുടെ തെറ്റുകളെ തിരുത്തി മോണിറ്റർ ചെയ്ത് അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട് പല സ്റ്റുഡൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്പൊ ശ്രുതിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടോ? സർ, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞാൻ കറക്ഷൻസ് ബേസ് ചെയ്യാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് അപ്പുറത്തെ ഒരാളത് പറഞ്ഞു തരുന്നുണ്ട്.
അത് ഭയങ്കര ബെനിഫിഷ്യൽ അല്ല, ജസ്റ്റ് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പുറത്തെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്നത്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ 79+ ഒരു അച്ചീവബിൾ സ്കോർ ആണ്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് 79+ കിട്ടാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും. ശ്രമിക്കണം അതിനുവേണ്ടി. നമ്മുടെ നമ്മൾ കുത്തിയിരുന്ന് നമ്മുടെ പഠിക്കണം. ഹാർഡ് അല്ല വർക്ക് ചുമ്മാ നന്നായിട്ട്. പെട്ടെന്ന് കയറി പോയി അതെ ഡേറ്റ് എടുത്ത് ചുമ്മാ പോയി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല. നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ഒരു മെന്ററിന്റെ ഗൈഡൻസോടുകൂടെ പഠിച്ചാൽ തീർച്ചയായിട്ടും കിട്ടാം അല്ലെ? യെസ് സർ, യെസ് സർ. ഓക്കെ. അപ്പൊ ശ്രുതി, താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം. ഞാൻ അല്പം സമയം കവർന്നെടുത്തു. ഞാനും ക്ലാസ്സുകൾക്കിടയിലാണ് കൂടി വന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ താങ്കളുടേതായ കാര്യങ്ങളിൽ തിരക്കായിരിക്കും എനിക്കറിയാം. അപ്പൊ എനിവേ ശ്രുതി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മേ ദ ഗുഡ് ലോർഡ് ബ്ലെസ് യു. താങ്കൾ നല്ലൊരു സ്റ്റുഡന്റ് ആണ്, നല്ലോണം പഠിച്ച് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൻ്റെതായ ഒരു ഫലമാണ് ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഈ ശ്രുതിയുടെ വാക്കുകള് മറ്റു സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ന്യൂസിലൻഡിൽ ചെന്നിട്ടും ഇടയ്ക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിനോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. കാരണം അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സ്റ്റുഡൻസിന് പഠിക്കാനും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യത്തിനും ഒക്കെ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. വാക്കുകളെ നീട്ടുന്നില്ല. അതുപോലെ PT പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല ടെസ്റ്റിമോണിയൽസും പിന്നെ PT റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോകളുമായിട്ട് അടുത്തുള്ള ദിവസങ്ങളിൽ ഞാൻ വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ശ്രുതി, ബൈ. ഓക്കെ സർ.